അപ്പോൾ നമ്മൾ രണ്ടുപേരും എപ്പി വ്ലോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കുന്നത് കിളിമാനൂർ തുളുക്കുഴി ഉള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം. നമ്മുടെ കിളിമാനൂരുകാരുടെ സ്വന്തം വെള്ളച്ചാട്ടം. അഭിമാനമായ മീൻമുട്ടി വെള്ളച്ചാട്ടം. അത്ര അഭിമാനമൊന്നുമില്ല, പക്ഷേ സംഭവം കൊള്ളാം. ആവശ്യം പോലെ വെള്ളം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്. പക്ഷേ ഈ ചൂട് കാലത്ത് നമ്മൾ അത്രയും പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇവിടെ സംഭവം ഇവിടെ വെള്ളമുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ഒരു മീഡിയം ലെവൽ വെള്ളമുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പോഴാകുമ്പോ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. കുട്ടികൾക്കാണെങ്കിലും ഇറങ്ങാം, വലിയ ആൾക്കാർക്കാണെങ്കിലും ഇറങ്ങാം. ഇവിടെ മീഡിയം ടൈം വെള്ളമുള്ള സമയത്താണ് നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ നല്ലത്. നല്ല വെള്ളം ഉള്ളപ്പോഴും തീരെ വെള്ളം ഇല്ലാത്തപ്പോഴും നല്ല വെള്ളം ഉള്ളപ്പോൾ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് താഴെയൊന്നും ഇറങ്ങാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പ്രതീക്ഷ പോലെ വെള്ളമൊന്നും ഇല്ല. പറ്റി വരേണ്ട കിടക്കാണ്. നീ നോക്കിയാണിത്. എടാ ആക്ച്വലി നീ താഴോട്ട് നോക്കണ, അത്യാവശ്യം ഫ്ലോ ഉണ്ട്. നീ താഴെ നോക്കിയാണ്. എന്തായാലും ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ആവശ്യം പോലെ. നമ്മൾ രണ്ടുപേരും മാത്രമല്ല. എന്നുവെച്ചാലേ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ആർക്കാണോ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. നമ്മളെപ്പോഴും ഒരു സേഫ് സോൺ പീരീഡ് ടൈമല്ലേ പറയേണ്ടത്. അല്ലാതെ വെറുതെ ഭയങ്കര വെള്ളമുള്ളപ്പോ വന്ന് കാഴ്ച വേണമെങ്കിൽ കാണാം. തീരെ വെള്ളമില്ലാത്ത വന്ന് വെറുതെ പാറക്കെട്ടിൽ ഇറങ്ങാനും പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല സ്ഥലമാണ്. അതിന് ഏത് സമയത്താണ് വരാം. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ ഉള്ള ഫോട്ടോഷൂട്ട്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ആണുങ്ങളെ കുളിസി നടക്കുകയാണ്. നമുക്കിപ്പോ എന്തായാലും അങ്ങോട്ട് പോകണ്ട. ഈ ആണുങ്ങളെ കുളിസീൻ എന്ന് പറഞ്ഞാലേ നമ്മളെ വേറെ രീതിയിൽ ചിത്രീകരിക്കും. വേണ്ട വേണ്ട, നമുക്ക് അത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ. അല്ല, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് താഴെ വെള്ളച്ചാട്ടം കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് എന്തായാലും നമുക്ക് വന്നതല്ലേ, നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, നീ ഇറങ്ങിക്കോടാ. കളിയാ സൂക്ഷിച്ചൊക്കെ പോണേ. സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഈസിയായിട്ട് നടന്നു വരാം. നന്നായിട്ട് തലയടിക്കും. ഈസിയായിട്ട് നടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാതെ ഇറങ്ങിയാ വീഴും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങണം. എന്തായാലും വന്നിട്ട് നിങ്ങളെ ഒന്നും ജസ്റ്റ് ഒന്ന് വെള്ളച്ചാട്ടം കാണിക്കാതെ പോണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഒന്ന് പോയെടുക്കാം. ഇതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം. വലിയ കുഴി. വെള്ളം കുറവാണ്, പക്ഷെ വെള്ളം ഉള്ള സമയത്ത് നല്ല സൂപ്പറാണ് ഇവിടെ വന്ന് കാണാനായിട്ട്. വെള്ളം ഉള്ള സമയത്ത് വ്യൂ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും നമുക്ക് ആ ഒരു ഫോഴ്സിൽ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ അപകട സാധ്യത കൂടുതലാണ്. കാര്യം ഈ ഇറങ്ങുന്ന സ്ഥലത്ത് ചെറിയൊരു കുഴിയുണ്ട്. ഇന്ന് മീൻമുട്ടിയിലെ കുട്ടികൾക്കുള്ള ഒരു പൂളിംഗ് സെക്ഷനാണ്. കുഞ്ഞു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്ക് ഇറങ്ങി കളിക്കാനും വെള്ളച്ചാട്ടത്തിൽ കുട്ടികൾക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ ഇവിടെ നിങ്ങൾ വരുന്നെങ്കിൽ കൊള്ളാം. ഒരു ഈവനിങ് സമയത്ത് വരണം, അല്ലെങ്കിൽ പിന്നെ രാവിലെ ഈ ടൈമിൽ വരണം. ഇവിടെ വന്നിട്ട് കുഴിയില്ല, പക്ഷെ കല്ലുകളുണ്ട്. എങ്കിലും കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ. ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുള്ള തൊട്ട് താഴെ ഇറങ്ങാൻ പറ്റും. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയല്ലേ? പിന്നെന്ത്. അതെ, ഇവിടെ നിന്ന് ഇറങ്ങിട്ടേ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയില്ല. കാര്യം ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ഇറങ്ങാൻ സ്ഥലത്തൊന്നും ഇറങ്ങി അന്ന് കാണിക്കാം. നമ്മള് കുട്ടികളല്ലടാ, അപ്പൊ നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാം. അതെ, മുതുക്കന്മാരായ കുട്ടികൾ അപ്പോളാ ഇറങ്ങിക്കോ. ദൈവമേ, ഞാൻ താഴെ പോണാമ്പോ. നീ പോയാലും ക്യാമറ പോകരുത്, അത്രേ ഉള്ളൂ. അളിയാ സൂക്ഷിച്ചൊക്കെ. കുറച്ച് അധികം ആൾക്കാരെങ്ങനെ എപ്പോഴും ഇറങ്ങാത്തോണ്ടേ. തണുപ്പുണ്ടാടാ? അടിപൊളി. എന്റെ അടുത്ത് തണുപ്പുണ്ടാന്നേ ചോദിച്ചോളൂ, ചിരിക്കാൻ പറഞ്ഞില്ല. ആ തണുപ്പിന്റെ ഒരു എക്സ്പ്രഷനാണ് ഞാൻ ആ ചിരിയിലൂടെ കാണിച്ചത്. കളിയാ ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലേ? നല്ല തണുപ്പുണ്ടാ. കാര്യം ഇവിടെ ഈ മരങ്ങൾ ഉള്ളതുകൊണ്ട് വെയിലധികം അടിക്കുന്നില്ലല്ലേ. പിന്നെ പാറകൾ ശരിക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അബദ്ധം പറ്റിപ്പോയി. ഒരു എക്സ്ട്രാ ഒരു ക്ലോത്ത് കൂടെ കൊണ്ടുവരാനുള്ളായിരുന്നു. എങ്കിൽ നമുക്ക് തോർത്തോ വല്ലോ എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചൊന്ന്. ഇതിപ്പോ വേണമെങ്കിൽ ട്രൗസറിൽ ചാടാം, പക്ഷെ തല തോർത്താനോ ഉണക്കാനോ തുണിയില്ല. കാറിൽ മൊത്തം വെള്ളവും കൂടെ ആവും. അതുകൊണ്ട് തൽക്കാലം ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് നമ്മളെ സ്ഥലം. 10 ഇല്ലടാ, നമുക്കൊരു 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ അല്ലേ? അപ്പം കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. പിന്നെ നോക്കടാ, കുഞ്ഞു മീനുകൾ, കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. ആവശ്യം പോലും ഉണ്ട് ഇവിടെ. ഈ കിടക്കുന്ന കല്ലുകളെല്ലാം ഈ നല്ല വെള്ളം വരുന്ന സമയത്ത് അവിടെ നിന്ന് ഈ കുത്തൊലിച്ച് വന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അതിന് പണ്ടുപോലെ ഇവിടെ കല്ലുകൾ ഇങ്ങനെ ഉണ്ട്. കാര്യം ഈ കുറച്ച് ഏരിയയിൽ നല്ല കല്ലുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ വളരെ സൂക്ഷിച്ച് നടക്കണം. കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഓടി കഴിഞ്ഞാലും വളരെ ശ്രദ്ധിക്കണം. കല്ലിന്റെ കേസ് ഇവിടെ വരെയുള്ളൂ. അങ്ങോട്ട് പിന്നെ കല്ല് കുറവാണ്. ഇവിടെയൊന്നും അങ്ങനെ അധികം ആരും വന്ന് കുളിക്കുന്നത്. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാക്ക് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല സൂപ്പർ സ്പോട്ട്. ഞാൻ നിങ്ങളെ കാണിച്ച നോക്ക്, അത്യാവശ്യം നല്ല സ്പോട്ടാണത്. ഇതിലേ കൂടെ നടക്കാം നമുക്ക്. അബീടാ, കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഫുൾ കല്ലാണ്, ഓടാനൊന്നും പറ്റില്ല. ഓടി വിടരുത് കേട്ടോ. ഓടി വീണ് കഴിഞ്ഞാൽ മുറിവൊക്കെ വരുന്ന സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ കല്ലുകളാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒരു വാക്കിങ്ങിനും അതേ കണക്കിന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്പേസ് ആണ്. കാര്യം നല്ല തണലുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവിടെ നോക്കിയാളിയാ, ഈ ഒരു ഭാഗം നോക്കി. ആഹാ,
തെറ്റി ഇതുവരെ വന്നുള്ള പരിചയമുള്ളൂ. അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയാം. അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ചെറിയ വലിയ കുഴിയൊന്നുമില്ല, എന്നാലും കൊള്ളാം. നമ്മളങ്ങോട്ട് പോണോ? അല്ല ഇവിടെ എടുക്കണോ? ഇവിടെയൊന്നും വന്ന് ആരടുത്തും കുളിക്കണമെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ മെയിൻ സ്പോട്ട് മേല് വെള്ളച്ചാട്ടവും തൊട്ട് താഴെ കുട്ടിയൊക്കെയുള്ള ഒരു സെക്ഷനാണ്. ഇങ്ങോട്ട് ജസ്റ്റ് വാക്ക് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ വരാം. ഇവിടെയൊന്നും അധികം ആരും അങ്ങനെ ഒന്നും കുളിക്കത്തൊന്നുമില്ല. എന്നാലും ജസ്റ്റ് നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഒരുപാടൊന്നും നടക്കണില്ല. ഒന്നാമത് അങ്ങോട്ടൊന്നും പരിചയമില്ല. ഒന്നാമത്തെ നമുക്കേ തിരിച്ച് നമ്മുടെ വന്ന വഴിയിലോട്ട് പോവാം. അപ്പൊ അളി നമുക്ക് വിട്ടല്ല. നമ്മുടെ തുടക്കം എന്നുള്ളതിലേക്ക് നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ കാണിക്കണ്ടേ. അതെ. എല്ലാവരും അവരവരുടെ നാട്ടിൽ നിന്ന് ദൂരദൂരമുള്ള ദേശങ്ങളിൽ പോയിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല കാര്യങ്ങളുടെ മഹത്വം നമ്മൾ മറ്റുള്ളവർ അറിയിക്കട്ടെ. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.